കാലത്ത് മുതൽ രാത്രി വരെ മാടിനെ പോലെ പണിയെടുത്താലും ഒരു വിലയില്ല. എന്റെ കർത്താവേ, എന്റെ ഈ ഗതി എന്ന് അവസാനിക്കും? മന്ദു, മന്ദു, മനുഷ്യൻ ഉണ്ടായിരുന്ന പണിയും കളഞ്ഞിട്ട് കറങ്ങി അടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം. മന്ദു, മന്ദു, നീ എന്താ മൈൻഡ് ഇല്ലാതെ പോകുന്നത്? നിങ്ങൾ എന്നെ വഞ്ചിക്കല്ലേ? അയ്യോ, നിന്നാണ് സത്യം. ഞാൻ നിന്നെ വഞ്ചിച്ചിട്ടില്ല. പിന്നെ ആ ഹോസ്റ്റലിൽ വന്നിട്ട് അമ്പിളിയായിട്ട് നിനക്ക് എന്തായിരുന്നു? ഓ, ഞാൻ അവിടെ വന്നാണോ നിനക്ക് പ്രശ്നം? എടി, ഞാൻ അവിടെ വന്ന് നിന്നെ കാണാനല്ലേ. അപ്പൊ നീ മാഡത്തോട് പറഞ്ഞ് എന്നെ നീ ഇറക്കി വിട്ടു. എടി, നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യത്തെ കുറിച്ച് പറയാനാ ഞാൻ അവിടെ വന്നത്. എടി, നീ കേൾക്കാൻ തയ്യാറല്ല. എന്ത് സൗഭാഗ്യം? നിങ്ങളെ കെട്ടിയതാ എന്റെ ദൗർഭാഗ്യം. എടി, ഇനി ഞാൻ പറയുന്നതും കൂടി കേട്ടിട്ട് നീ ഇത് തന്നെ പറയണം. നിങ്ങൾക്ക് ഇപ്പൊ എന്താ ഇത്ര പറയാനുള്ളത്? നീ ആ ഹോസ്റ്റലിലെ പണിയങ്ങ് കളഞ്ഞേ. എന്നിട്ട് വേണം ജീവിക്കാൻ പിച്ചച്ചട്ടി എടുത്തിറങ്ങാൻ. അതിന് എന്നെ കിട്ടില്ല. എടി, നമ്മൾ പിച്ചച്ചട്ടി എടുക്കുന്ന കാര്യമല്ല ഇത്. മറ്റുള്ളവർ നമ്മുടെ മുമ്പിൽ വന്ന് പിച്ചക്കാരെ പോലെ കൈനീട്ടി നിൽക്കും. എടി, സംഗതി രഹസ്യ. നീ ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോവും. അതെന്ത് രഹസ്യ? മന്ദു, ഇത്തവണത്തെ മൺസൂൺ ബമ്പർ 10 കോടി നമുക്കാടി നറുക്ക് വീണിരിക്കുന്നത്. നിങ്ങളുടെ ലോട്ടറി ഭ്രാന്ത് ഇതുവരെ മാറിയില്ല അല്ലേ? ലോട്ടറിയുടെ അറ്റവും മുറി അടിച്ചു എന്ന് പറഞ്ഞ് എന്നോട് കാശ് വയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. എടി, സത്യോ പറഞ്ഞത്. നമുക്ക് ബമ്പർ അടിച്ചു കോടി. ആ, നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ദാ നോക്കിയാണ് അങ്ങട്ട് നോക്ക്. എനിക്ക് കൈ വിറയ്ക്കുന്നു. നോക്ക്, നീ കണ്ണ് തുറന്നു നോക്ക്. മൺസൂൺ ബമ്പർ MR 108 MB 7782 001. ഇതൊക്കെ ഞാൻ കുറെ കണ്ടതല്ല ഐസക്ക്. ഈ റിസൾട്ട് ഒന്ന് നോക്ക്. ഇതാ നോക്ക്, നോക്ക്. MB 7782 001. നോക്ക് ഐസക്കെ. ഓ, ആ നമ്പർ ഒന്നുകൂടി പറഞ്ഞേ. MR 108. ബാക്കി പറ. MB 7782 ബാക്കി 0 വീണ്ടും 0 പിന്നെ ഒന്നാണോ? ആ, 1. നീ ഇത് നോക്ക്. ഞാൻ എന്തേ കാണേ? 10 കോടി. മന്ദു, 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 മന്ദു. ദൈവമേ, ബമ്പർ അടിച്ചത് കേട്ട ഉടനെ മന്ദു ഓടിയെന്നാ തോന്നുന്നത്. മന്ദു, സർ. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. എന്നെ കാണുമ്പോഴൊക്കെ വൃന്ദയ്ക്ക് വല്ലാത്തൊരു പരിഭവമാണല്ലോ. അതെ, എന്നെ എങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാനൊരു സത്യം പറയട്ടെ? അല്ല, ഈ ഭാവത്തില് താൻ ഭയങ്കര സുന്ദരിയാ. വൃന്ദയുടെ മുഖത്തേക്ക് വെറുതെ ഇങ്ങനെ നോക്കിയിരുന്ന ഒരുപാട് ഭാവങ്ങൾ കാണാൻ കഴിയും. അല്ല, ആ കാണുന്നത് ഒരു കൗതുകമാണ്. ഈ സാറ് വിളി നമുക്കിടയിലെ ഒരുപാട് ദൂരം സൃഷ്ടിക്കുന്നതായിട്ടൊരു തോന്നൽ. അതിരിക്കട്ടെ, ആരതിയോ? ആരതിയുടെ പേര് പറഞ്ഞപ്പോ വൃന്ദ എന്തിനാ ഞെട്ടിയത്? ഒന്നുമില്ല. ആരതി പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചുള്ള സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞേ? രാജപുരം. യെസ്, രാജപുരം. അവിടെ പോകുന്നതിന് എനിക്ക് ഇന്നൊരു അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ആ അസൗകര്യം ഒഴിവായി. അതുകൊണ്ടാ വൃന്ദയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്തിനാ സർ? ആ സ്ഥലത്തേക്ക് നമുക്ക് ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ പോവാനോ? യെസ്,
ഇപ്പൊ തന്നെ പോണം. അത് അത് സർ, ഞാൻ ഇങ്ങനൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലൊന്നും അല്ല വന്നത്. രാജപുരം അധികം ദൂരെ അല്ലല്ലോ. അവിടെ പോയിട്ട് വരുന്നതിന് അധികം സമയം വേണ്ട. നമുക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ മടങ്ങി വരാം. അത് ഞാൻ എടോ, ഈ യാത്ര എനിക്കും തനിക്ക് നല്ലൊരു ചേഞ്ച് ആയിരിക്കും. എന്റെ കൂടെ വരാൻ താൻ വില്ലിങ് അല്ലേ? അത് സർ, അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അതെന്താ? അതെ, ആരതി ഇങ്ങോട്ട് വരുന്നുണ്ട്. ആരതി ഇങ്ങോട്ട് വരുന്ന കാര്യം വൃന്ദ എങ്ങനെ അറിഞ്ഞു? അവളുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അത് ഇന്നലെ രാത്രി ആരതി കിരണിനെ വിളിച്ചായിരുന്നു. അവൾ ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞു. ഓ, ആരതി വന്നോട്ടെ, വരുമ്പോ കാണാം. പക്ഷേ ഈ യാത്ര മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആരതി പേയിങ് ഗസ്റ്റ് ആയിട്ട് താമസിച്ചിരുന്ന വീട്ടിൽ എനിക്ക് പോയേ പറ്റൂ. പോകേണ്ടി വരുമോ? പോവേണ്ടി വരും. ഞാൻ തന്നെ മുത്തശ്ശനോട് പറഞ്ഞിട്ട് ഹോസ്റ്റൽ വാർഡിന്റെ പെർമിഷനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു വഴിയുമില്ലല്ലോ. എന്റെ ഈശ്വര, സിംഹത്തിന്റെ ഗുഹയിലാണല്ലോ വന്ന് പെട്ടത്. എന്താ വൃന്ദേ, നമുക്ക് പുറപ്പെടാം അല്ലേ? അത് നമുക്ക് നാളെ ആയാലോ? നോ, അത് പറ്റില്ല. ഇപ്പൊ തന്നെ പോണം. ഞാൻ ശരിക്കും പെട്ടു. ആ സ്ഥലത്ത് പോയി ഞാൻ ഏത് വീട് കാണിച്ചു കൊടുക്കും എന്റെ ദൈവമേ. വാ വൃന്ദേ, നമുക്ക് ഇറങ്ങാം. വരൂ. ശരി. മന്ദു, 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 എണീര്, എണീര്, എണീര്. ആ ആ ടിക്കറ്റ് ഒന്നുകൂടി കാണിച്ചേ. നോക്ക്, പതുക്കെ പതുക്കെ. അയ്യോ, എന്റെ കൈ എന്തുവാടി ഈ കാണിക്കുന്ന? നീ എന്തിനാണ് നുള്ളി ചോദിക്കുന്നത്? ഇത് സ്വപ്നല്ലെന്ന് ഉറപ്പിച്ചതാ. ഐസക്ക്, നമ്മള് ശരിക്കും കോടീശ്വരന്മാരായോ? ആയടി, നമ്മള് 10 കോടി രൂപയുടെ ഉടമകളാ. ഈ കാര്യം അറിയിക്കാനാണ് ഞാൻ അവിടെ വന്നത്. ഐസക്ക്, സന്തോഷോടെ. അയ്യോ, എനിക്ക് നിക്കാൻ പറ്റില്ല. ഞാൻ പിടിച്ചു എന്റെ കൈ പറിക്കരുത്. നമ്മള് രാജാക്കന്മാരാ.